ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യവും ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന വാദവും തള്ളി ഇറാൻ. തങ്ങൾ നിശ്ചയിച്ചതല്ലാത്ത മറ്റൊരു പാതയിലൂടെയും ഹോർമുസിൽ കപ്പലുകൾ പോകാൻ അനുവദിക്കില്ലെന്നും അമേരിക്കയുടെ ഏത് ആക്രമണത്തെയും ശക്തമായി തിരിച്ചടിക്കാൻ സജ്ജമാണെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവ് മൊഹസിൻ റസായിയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവനകൾക്ക് മറുപടി നൽകിയത്. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് അമേരിക്കയുടെ MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ സൈന്യം അവകാശപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ അനധികൃത പാതയിലൂടെ കടലിടുക്കിൽ പ്രവേശിച്ചാൽ അവയെ ലക്ഷ്യം വെക്കുമെന്ന് റസായി വ്യക്തമാക്കിയത്. ഇസ്ലാമാബാദ് ധാരണാപത്ര പ്രകാരം ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ക്രമീകരണങ്ങൾ അമേരിക്ക അംഗീകരിച്ചിരുന്നെങ്കിലും പിന്നീട് അവർ കരാർ ലംഘിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു. തർക്കപരിഹാരം സമിതിയെ സമീപിക്കാതെയാണ് അമേരിക്ക ആക്രമണം നടത്തിയതെന്നും കരാർ ലംഘനത്തിന് ശേഷമുള്ള 17 ദിവസത്തെ പോരാട്ടത്തിൽ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ കരാറിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു കൊടുക്കുക എന്നതാണ് ഒന്നാം ഘട്ടം. ആണവ പദ്ധതികളിൽ നിന്നും ഭീഷണികളിൽ നിന്നും ഇറാൻ പൂർണ്ണമായും പിന്മാറുക എന്നതാണ് രണ്ടാം ഘട്ടമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കാൻ പാടില്ലെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കരാറിലെത്താൻ ഇറാന് ലഭിക്കുന്ന അവസാന അവസരമാണിതെന്നും ഒപ്പുവെക്കാൻ വൈകിയാൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ഇറാനു നേരെ വലിയൊരു ആക്രമണത്തിന് അമേരിക്ക പദ്ധതി ഇട്ടിരുന്നെങ്കിലും സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് അവസാന നിമിഷം പിന്മാറുകയായിരുന്നുവെന്ന് ട്രംപ് അവകാശപ്പെട്ടു. പരസ്യമായി നിഷേധിക്കുമ്പോഴും ഇറാൻ രഹസ്യമായ ചർച്ചകൾക്ക് ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഈ വാദങ്ങൾ ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബക്കായി തള്ളി. അമേരിക്കയുമായി നേരിട്ടോ അല്ലാതെയോ യാതൊരുവിധ ചർച്ചകളും നടക്കുന്നില്ലെന്നും എങ്ങോട്ടെങ്കിലും പ്രതിനിധി സംഘത്തെ അയക്കാനോ ആരെങ്കിലും സ്വീകരിക്കാനോ തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മേഖലയിൽ കഴിഞ്ഞ 6 മാസമായി തുടരുന്ന പ്രകോപനങ്ങൾക്കൊടുവിലാണ് പുതിയ സംഭവ വികാസങ്ങൾ. ഡ്രോൺ വെടിവെച്ചിട്ടതിന് പിന്നാലെ പാട്രിയറ്റ് താഡ് പ്രതിരോധ മിസൈലുകളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കാൻ US പ്രതിരോധ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ആക്രമണങ്ങൾ അവസാനിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ ട്രംപ് തൊട്ടടുത്ത ദിവസം വീണ്ടും ഭീഷണിയുമായി രംഗത്തെത്തി. എന്നാൽ കഴിഞ്ഞ 3 ദിവസമായി ആക്രമണങ്ങൾ ഇല്ലാത്തത് സമാധാന പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിനായി ഖത്തർ, സൗദി അറേബ്യ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ശക്തമായ നയതന്ത്ര ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഇസ്ലാമാബാദിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കാൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇറാൻ കടുത്ത നിലപാട് തുടരുന്നത് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്. ഇതിനിടെ ഒമാൻ തീരത്ത് കസബിൽ നിന്നും 20 നോട്ടിക്കൽ മൈൽ അകലെ ഒരു കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടന്നതായി UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ചർച്ചകളുടെ മറവിൽ തങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ ഏറ്റവും ശക്തമായ തിരിച്ചടി നൽകുമെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.